89.6 FM സർഗക്ഷേത്ര. നമസ്കാരം. പറന്നുയരുവാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. യെസ്, ഇത് നമ്മുടെ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് RJ ദിവ്യാണ്. ചില ആഗ്രഹങ്ങളെ ചേർത്ത് പിടിക്കുകയും ചേർത്ത് പിടിച്ചതിനെ കൂടുതൽ പഠിക്കുകയും അതിനെ കൂടുതൽ മികച്ചതാക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണല്ലോ ഞാൻ എൻ്റെ പാഷന്റെ പുറകെയാണ്, അല്ലെങ്കിൽ പാഷൻ ഒരു പ്രൊഫഷനായി കൊണ്ട് നടക്കുകയാണെന്നൊക്കെ പറയുന്നത്. ഈ ഒരു സ്മാർട്ട് യുഗത്തില് വളരെയധികം മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന മൊമെന്റ്സ് ക്യാപ്ചർ ചെയ്യാത്ത, ഒരു വീഡിയോ ആക്കി സൂക്ഷിക്കാൻ ആഗ്രഹിക്കാത്ത ആളുകൾ വളരെ ചുരുക്കം തന്നെയാണ്, അല്ലേ? യെസ്. എന്നാൽ എൻ്റെ ക്യാമറ കണ്ണുകളിലൂടെ സ്വപ്നത്തെയും മറ്റൊരാളുടെ ഏറ്റവും പ്രിയപ്പെട്ട മൊമെന്റ്സിനെയൊക്കെ ക്യാപ്ചർ ചെയ്യുന്ന ഒരാളാണ് ഇന്ന് നമ്മളോടൊപ്പം ഉയരയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. അതെ, ക്രിയേറ്റീവ് ഡയറക്ടർ, വെഡ്ഡിംഗ് ഫിലിം മേക്കർ അക്ഷയ് അമരാർത്തിയാണ് നമ്മളുടെ കൂടെ ഉള്ളത്. അപ്പം എങ്ങനെ ഈ മേഖലയിലേക്ക് ചുവട് വെക്കണം, ഈ മേഖലയിൽ പറന്നുയരണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് എങ്ങനെയാണ് ഈ മേഖലയിൽ എത്തേണ്ടത് എന്നുള്ളത് ഈ ഒരു ഇന്റർവ്യൂയിലൂടെ വളരെ ഉപകാരപ്രദമായിട്ട് നമുക്ക് പറഞ്ഞു തരാൻ എത്തിയിട്ടുണ്ട്. ഹലോ അക്ഷയ്. ഹലോ, നമസ്കാരം. വെൽക്കം ടു ഉയരെ. ഓക്കേ, താങ്ക് യു. പറഞ്ഞാട്ടെ, എങ്ങനെ നമ്മളുടെ ഒരു ഫിലിം മേക്കർ എന്ന ഒരു ടാഗ് ലൈൻ എങ്ങനെ കരസ്ഥമാക്കി, എങ്ങനെ ഇവിടെ വരെ എത്തി എന്നൊന്ന് പറഞ്ഞാട്ടെ. അപ്പോ റൈറ്റ് നൗ എന്റെ ഒരു ടാഗ് ലൈൻ, അല്ലെങ്കിൽ എന്നെ അറിയപ്പെടുന്നത് ഒരു വെഡിങ് ഫിലിം മേക്കർ ആയിട്ടാണ്, ഒരു ക്രിയേറ്റീവ് ഡയറക്ടർ ആയിട്ടാണ്. ബട്ട് ദ ഫാക്ട് ഈസ്, ഈ ഒരു രണ്ട് ടൈറ്റിലുകളും ഇന്റൻഷനലി ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ വന്നതോ അല്ല, എത്തിപ്പെട്ട ഒരു മേഖലയാണിത്. അപ്പോ എന്റെ ഒരു ജേർണി എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ ഒരു 10 yearsോളം ആയി. അപ്പോ ഫിലിം മേക്കിംഗ് എന്ന് പറയുന്ന ഒരു പാഷനിലാണ് നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്നത്. ഇല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കാൻ ആഗ്രഹമായിരുന്നു, അതിൽ നിന്ന് പിന്നെ ഫോട്ടോസിൽ നിന്ന് ഫിലിം മേക്കിംഗ് എന്ന് പറയുന്ന ഒരു പാഷനിലേക്ക് വന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠനകാലത്താണ് ഞാൻ വെഡിങ് ഇൻഡസ്ട്രിയിലേക്ക് ചുവട് വെക്കുന്നത്. അപ്പൊ അന്ന് പാർട്ട് ടൈമായി വെഡിങ് പോസ്റ്റ് പ്രൊഡക്ഷനിലാണ് ആദ്യമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് പതുക്കെ അങ്ങനെ വെഡിങ് ഫിലിംസ് എഡിറ്റ് ചെയ്ത സമയത്ത് നമുക്ക് ഇതിനകത്ത് കുറച്ചുകൂടി ലൈക്ക് ഒരു ഡയറക്റ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു സിനിമ, അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവത്തിനെക്കാട്ടിലും വളരെയധികം ഇമോഷൻസ്, ലൈവ് മൊമെന്റ്സ് ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു ആഗ്രഹം, അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുകയും അങ്ങനെയാണ് വെഡിങ് ഫിലിം മേക്കിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷനിലേക്ക് ഞാൻ എത്തിപ്പെടുകയും ചെയ്തത്. ഇതിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് എൻ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ വൻ പൊളിയാണെന്നല്ലേ? വൻ പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് there is no going back. ലൈക്ക് ഇറ്റ്സ് ലൈക്ക് എന്താ പറയാ, ഒരു ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമാണ്. ദ സ്ട്രഗിൾ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഹാപ്പിനെസിന്റെ 10x ആണ്. ബട്ട് സ്റ്റിൽ നമ്മുടെ ക്യാമറയ്ക്കകത്ത് ഒരു റിയൽ മൊമെന്റ്, സന്തോഷം, സങ്കടം, ആർമാദം, ആഘോഷം, അപ്പൊ അങ്ങനെ പറയുന്ന ഒരു മിക്സ് ഓഫ് ഇമോഷൻസും കേവോസും കാര്യങ്ങളും എല്ലാം നടക്കുന്ന ഒരു പരിപാടിയാണ് വേണ്ടി. അപ്പോ ഇവിടേക്ക് നമ്മൾ നമ്മുടെ ക്യാമറ ആയിട്ട് ചെല്ലുക, നമ്മള് ഒരു ഇപ്പം വിവാഹം എന്ന് പറയുന്നത്, ഞാൻ ഇത്രത്തോളം വെഡിങ്സുകൾ കവർ ചെയ്തപ്പോ അറൗണ്ട് ഒരു 500+ വെഡിങ്സ്, എനിക്ക് നമ്മൾ ഓർമ്മയില്ല, അത്രത്തോളം വെഡിങ്സ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇത്രത്തോളം കല്യാണങ്ങൾക്ക് പോയപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു ബ്രൈഡ് ആൻഡ് ഗ്രൂമിന്റെ ഏറ്റവും ഒരു ഡ്രീം ഡേ ആണ്, അല്ലെങ്കിൽ ആ ഒരു വർഷങ്ങളായിട്ട് മാനിഫെസ്റ്റ് ചെയ്തൊരു സംഭവമായിരിക്കും. ഏതൊരു കിഡിന്റെയും ചെറുപ്പം തൊട്ടേ നമുക്കൊരു ആഗ്രഹം കാണും, എന്റെ കല്യാണം എന്നുള്ളൊരു സംഭവം എല്ലാവരുടെ ഉള്ളിലും കാണും. അപ്പൊ അത്രയും എക്സൈറ്റ്മെന്റില്, അല്ലെങ്കിൽ ഇവരുടെ ഒരു ആഗ്രഹം സഫലീകരിക്കുന്ന ഒരു ദിവസം നമ്മൾ അവിടെ ചെല്ലുന്നു, നമ്മൾ അവരുമായിട്ട് ബ്ലെൻഡിങ് ചെയ്യുന്നു. ലൈക്ക് എവരി വെഡിങ്സ് എൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയിൽ ഒരു കല്യാണം കൂടിയിട്ട് നമ്മൾ തിരിച്ചു വരുന്ന രീതിയിൽ ആ വെഡിങ്ങുകൾ എൻഡ് ആവാം. ഓക്കെ, അപ്പൊ നമുക്കൊരു പാട്ട് കേട്ടാലോ? കേൾക്കാം. സർഗക്ഷേത്ര 89.6 FM നമ്മുടെ ഉയരയില് ദേ പാട്ട് വരുന്നുണ്ട്. അതിനുശേഷം കൂടുതൽ വീഡിയോഗ്രാഫി വിശേഷങ്ങളുമായിട്ട് നമ്മളോടൊപ്പം തന്നെ അക്ഷയ് ദേ ഇവിടെ ഉണ്ട് കേട്ടോ. 89.6 FM സർഗക്ഷേത്ര. ഉയരെ ഇങ്ങനെ മുന്നോട്ട് ഉയർന്നു പൊങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമ്മളുടെ കൂടെ അക്ഷയ് ഉണ്ട്, അക്ഷയുടെ കൂടെ RJ ദിവ്യയും ദേ ഇവിടെ ഉണ്ട് കേട്ടോ. അക്ഷയ്, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം വെഡിങ് ഒക്കെ കവർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളെ തന്നെ എക്സ്പോസ് ചെയ്യുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ ആണല്ലോ. അപ്പൊ ഒരുപാട് റീൽസും വീഡിയോസും ഒക്കെ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ തന്നെ അക്കൗണ്ടിൽ അവരുടെ അക്കൗണ്ടും കോംബ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യണം.
സ്വാഭാവികം. അപ്പൊ ഈ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും റീൽസും ഒക്കെ ആളുകളുടെ അറ്റൻഷൻ സ്പാന് എന്തായാലും കുറയ്ക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു കാലത്ത് ആദ്യത്തെ ചില സെക്കൻഡുകളിൽ എങ്ങനെയാണ് ഓഡിയൻസിനെ പിടിച്ചിരുത്താൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ റീൽ എടുക്കുമ്പോഴും വീഡിയോസ് എടുക്കുമ്പോഴും ശ്രദ്ധിക്കാറുള്ളത് അക്ഷയ്? ഓക്കെ, 2026 വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചോദ്യമാണിത്. ലൈക്ക് എവറിത്തിങ് എന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ ഹുക്സ് ആണ്. കണ്ടന്റ് ക്വാളിറ്റിയോ ഇല്ലെങ്കിൽ നിങ്ങളുടെ കണ്ടന്റിന്റെ അകത്ത് എന്താണുള്ളത്, ഇതൊന്നും ഒരു സോഷ്യൽ മീഡിയ റീലിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റർ അല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം. ഹുക്സ് ആണ്, നമ്മൾ എന്താണ് അവിടെ സ്ട്രൈക്കുന്നത്. ഇത് സ്ക്രോൾ ചെയ്ത സംഭവമാണല്ലോ. ഇപ്പൊ യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണേണ്ട ഒരു സംഭവം സെർച്ച് ചെയ്ത് എത്തി കാണുന്ന ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ, ഇൻസ്റ്റാഗ്രാം എന്ന് പറയുമ്പോൾ റീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വൈപ്പ് ചെയ്ത് പോവാം, നമ്മൾ ടൈം കില്ല് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഈ ടൈം കില്ലിങ്ങിനകത്ത്, ഈ സ്ക്രോളിങ്ങിനകത്ത് ഓക്കെ ഈ വീഡിയോ എനിക്ക് കാണണം എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഹുക്സ് എന്ന് പറയുന്ന ഒരു സാധനം ഏറ്റവും കൂടുതൽ വർക്ക് ആവാം. ആൻഡ് ഹുക്സ് ഇല്ലാത്ത ഒരു വീഡിയോയ്ക്കും നമുക്ക് റീച്ച് എന്ന് പറയുന്ന ഒരു സെക്ടറിലേക്ക് എത്താൻ പറ്റില്ല. ആൻഡ് ഇവിടെ ബാക്കി എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ അപേക്ഷിച്ച് വെഡിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് വരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതൊരിക്കലും നമ്മുടെ റീച്ചിന് വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ മണി മേക്കിങ്ങിനോ വേണ്ടി മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ലൈക്ക് വെഡിങ്സ് എന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ ദിവ്യ, ഇഫ് യു ആർ ഗെറ്റിംഗ് മാരീഡ്, ദിവ്യയുടെ ആ ഒരു ഡേ കവർ ചെയ്ത് ദിവ്യക്ക് ഒരു 10 വർഷം കഴിഞ്ഞാലോ 15 വർഷം കഴിഞ്ഞാലോ ആ ഡേ റീകളക്ട് ചെയ്യാനായിട്ട് ഉണ്ടാവുന്ന പറയുന്നത് നമ്മൾ വരുന്ന വീഡിയോസും ഫോട്ടോസും ആയിരിക്കും. അപ്പൊ അതിനകത്ത് ഒരിക്കലും നമുക്ക് നമ്മുടെ ബിസിനസ് ഇല്ലെങ്കിൽ നമ്മുടെ റീച്ചിന് വേണ്ടിയിട്ട് ആ ഒരു മൊമെന്റ്സിനെ റോയിൻ ചെയ്യാനായിട്ട് എനിക്കൊട്ടും താല്പര്യമില്ല, ഞാനത് ചെയ്യാറുമില്ല. ബട്ട് സ്റ്റിൽ ഈ പറയുന്ന പോലെ നമ്മുടെ ബിസിനസ് എക്സ്റ്റൻഷൻസിന് ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ അത്യാവശ്യമാണ്. അപ്പൊ ഞാൻ കൂടുതൽ ഹുക്സ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഏറ്റവും ബെസ്റ്റ് ക്ലിപ്പ് ആയിരിക്കും. ലൈക്ക് ആ ഒരു വർക്കിൽ നിന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു മൊമെന്റ് ആയിരിക്കും. ആൻഡ് അതേപോലെ തന്നെ റീച്ച് കൂടുതലായിട്ട് വരുന്നത് നമ്മുടെ ബിഹൈൻഡ് ദ സീൻസ് ആണ്. ലൈക്ക് നമ്മുടെ വർക്കിനെക്കാട്ടി കൂടുതൽ നമ്മൾ ബിഹൈൻഡ് ദ സീൻസ്, നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനകത്താണ് നമുക്ക് റീച്ച് വരാം. അപ്പൊ അതിനകത്ത് നമ്മൾ ഹുക്സ് കൊണ്ടുവരും. ലൈക്ക് നമ്മുടെ ക്ലയന്റുമായിട്ട് ചിലപ്പോൾ നമ്മുടെ ക്ലയന്റ് നമ്മുടെ ഒരു വിഷ്വൽ കണ്ടിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതോ അവരുടെ ഹാപ്പിനെസ്സോ ഇല്ലെങ്കിൽ ഷൂട്ടിന്റെ ഇടയ്ക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ട്, ഒരു മഴയോ ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കാര്യങ്ങളായിരിക്കും എങ്ങനെ തരണം ചെയ്യുന്നു എന്നുള്ള ഒരു വീഡിയോ ആയിരിക്കും കുറച്ചുകൂടെ ഉറപ്പായിട്ടും. അതെ ഉറപ്പായിട്ടും. സ്ട്രഗിൾസ് ആണ് എപ്പോഴും ഹുക്സിനകത്ത് വർക്ക്ഔട്ട് ആവുക. ഇപ്പൊ നമ്മൾ നല്ല രീതിയിൽ ഒരു കാര്യം ചെയ്യുന്നതിനെക്കാട്ടിലും നമുക്കൊരു പ്രതിസന്ധി വരുന്നു എന്ന് ആദ്യം കാണിച്ചു കഴിഞ്ഞാൽ ബാക്കി ഒരു ഓഡിയൻസ് ഇത് കാണാൻ ഈ പ്രതിസന്ധി നമ്മൾ എങ്ങനെ തരണം ചെയ്തു എന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അതാണ് എപ്പോഴും ബിഹൈൻഡ് ദ സീൻസിൽ വർക്ക്ഔട്ട് ആവുക. ഓക്കെ, അപ്പൊ അതെ അക്ഷയ് നമ്മളുടെ കൂടെ തന്നെ കാണും. ഇനി വരാൻ പോകുന്ന ഒരു പാട്ടാണ് സർഗക്ഷേത്ര 89.6 FM പാട്ട് വരുന്നുണ്ട്. ബാക്കി ഉയരെ വിശേഷങ്ങൾ പുറകെ വരുന്നുണ്ട്. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഉയരയിൽ കൂടെ RJ ദിവ്യുണ്ട്. RJ ദിവ്യയുടെ കൂടെ അക്ഷയ് അമരാർദ്രി ഉണ്ട്. അപ്പോ ഈ അമരാർദ്രി ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കടക്കട്ടെ? കടന്നോളൂ. ഓക്കെ, അപ്പൊ ഈ വെഡിങ് ഫോട്ടോഗ്രാഫിയിൽ എന്തായാലും നിരന്തരമായി വർക്ക് ചെയ്യുന്ന ഒരാളാണ് അക്ഷയ്. അപ്പോ നിങ്ങൾക്കും ഈ സീസണും ഓഫ് സീസണും ഒക്കെ ഉണ്ടാകുമല്ലോ? യെസ്. അപ്പൊ തുടർച്ചയായി ഒരേ തരത്തിലുള്ള ഈ വർക്കുകൾ ചെയ്യുമ്പോഴേ ഉണ്ടാകുന്ന ഒരു ക്രിയേറ്റീവ് ബേൺ ഔട്ട് ഉണ്ടല്ലോ, അത് മറികടക്കാനും ചിന്തകൾക്ക് പുതിയൊരു പുതുമ നൽകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അക്ഷയ് ഫോക്കസ് ചെയ്യാറുള്ളത്? ക്രിയേറ്റീവ് ബ്ലോക്ക്. അപ്പൊ ക്രിയേറ്റീവ് ബ്ലോക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ക്രിയേറ്റീവ് ജോലി ചെയ്യുന്ന ആൾക്കാരും സഫർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ക്രിയേറ്റീവ് ബ്ലോക്ക്. നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സാധനം ആവർത്തന വിരസത, നമ്മൾ ഇന്നും ഒരേ കാര്യം ചെയ്യുന്നു എന്നുള്ളൊരു പ്രശ്നം വരാന്ന് പറയുന്നത് സ്വാഭാവികമാണ്. പക്ഷെ എനിക്ക് വെഡിങ് ഫിലിം മേക്കിങ്ങില് ടു ബി ഓണസ്റ്റ് ഇന്നേ വരെയായിട്ടും അങ്ങനെ ഒരു ബ്ലോക്ക് വന്നിട്ടില്ല. അതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരിക്കലും ഒരേ സംഭവം അല്ല ചെയ്യുന്നത്. ലൈക് നമ്മൾ പുറത്തുനിന്ന് നോക്കി കഴിഞ്ഞാൽ എന്താണ്, രാവിലെ പോകുന്നു, വീട്ടിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നു, ഫംഗ്ഷൻ വരുന്നു, ഫംഗ്ഷൻ ഷൂട്ട് ചെയ്യുന്നു, വീട്ടിലേക്ക് പോകുന്നു, റാപ്പ് ചെയ്യുന്നു, എല്ലാ ദിവസവും നമ്മൾ കല്യാണത്തിന് പോകുന്നു. പക്ഷെ അതിനകത്ത് ഫസ്റ്റ് ആദ്യം ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്ന സമയത്ത് അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ ഒരു റെപ്പറ്റേറ്റീവ് പാറ്റേണിലേക്ക് വരുമ്പോഴത്തേക്ക് സ്ഥിരം ഒരേ കാര്യമല്ലേ ചെയ്യുന്നത് എന്നുള്ളൊരു തോട്ട് വന്നിരുന്നു. അപ്പൊ ആ ഒരു തോട്ടിനെ ഞാൻ മറികടന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ ഉണ്ടായിരുന്ന ആളുകളോട് സംസാരിച്ചു, അവരുടെ എക്സ്പീരിയൻസുകൾ പങ്കുവച്ചു, അവരുടെ കാര്യങ്ങൾ കേട്ടു. അതിനുശേഷം ഞാൻ എന്റെ വേ ഓഫ് തിങ്കിങ് മാറ്റി. ലൈക് ഞാൻ എല്ലാ ദിവസവും കല്യാണമാണ് എടുക്കുന്നത്, പക്ഷെ ഞാൻ എല്ലാ ദിവസവും ഒരേ കപ്പിളിന്റെ വെഡിങ് അല്ല ഷൂട്ട് ചെയ്യാം. ഞാൻ പോകുന്ന വീടുകൾ ഡിഫറെന്റ്, അതെ ആളുകൾ മാറുന്നുണ്ട്, ഞാൻ പോകുന്ന സാഹചര്യങ്ങൾ മാറുന്നുണ്ട്. ഞാൻ ഒരു വർക്ക് എടുക്കാനായിട്ട് പോവാണെങ്കിൽ ഞാൻ ഫസ്റ്റ് കാണുന്ന ആള് മാറുന്നുണ്ട്.
അവിടുത്തെ ഫാമിലി ഡിഫറെന്റ് ആണ്. ഓരോ ഫാമിലി ഓരോ രീതിയിലാണ്, അവർ ഇമോഷണൽ ബോണ്ടിങ് ഡിഫറെന്റ് ആണ്. അക്ഷയ്, ഫംഗ്ഷൻ കവർ ചെയ്യാൻ പോകുന്ന സമയം മാറുന്നുണ്ട്, സന്ദർഭം മാറുന്നുണ്ട്. അതെ, ഉറപ്പായിട്ടും. ഒരു ദിവസം രാവിലെ ആണെങ്കിൽ ഒരു ദിവസം വൈകിട്ടായിരിക്കും. ഇപ്പൊ ഈവനിങ് വെഡിങ് ഉള്ള ട്രെൻഡ് ആണത്. ചില ദിവസം നമ്മൾ വൈകിട്ടായിരിക്കും, ചില ദിവസം രാവിലെ ആയിരിക്കും. അപ്പൊ അങ്ങനെ പോകുമ്പോൾ ഇത് നമ്മൾ ഇതിനെ എന്നും മടുപ്പായിട്ട് എടുക്കുന്നു, അന്ന് തൊട്ട് ഇത് മടുപ്പാ, പിന്നെ നമുക്കിത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുമായിട്ട് ബ്ലെൻഡിൻ ചെയ്ത് പോകുന്നു. ഇപ്പൊ ഞാൻ ആക്ച്വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂട്ടിങ്ങിനോടൊപ്പം തന്നെ ഒബ്സർവേഷൻ ആണ്, സ്റ്റഡീസ് ആണ്. ലൈക്ക് ഓരോ ആൾക്കാരും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക, പലതരം ആൾക്കാരുണ്ട്. അപ്പോൾ ഓരോ ആൾക്കാർ ഇമോഷൻസും അല്ലെങ്കിൽ അവർ അത് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയും ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മളൊരു വർക്കിന് പോയി കഴിഞ്ഞാൽ ഓക്കെ, ഇത് എന്റെ ഫാമിലിയിലെ ഒരു കല്യാണം, ഇന്ന് ഞാൻ ഈ കല്യാണത്തിന്റെ പാർട്ടാ, അടുത്ത ദിവസം ഞാൻ അടുത്ത ഫാമിലിയിലെ കല്യാണത്തിന്റെ വാർത്ത. അപ്പൊ അങ്ങനെ പോവാന്നുള്ളതാണ് ഫോളോ അപ്പ് ചെയ്ത് പോകുന്ന ഒരു പാറ്റേൺ. ഓക്കെ, അടിപൊളി അടിപൊളി. എനിക്ക് ഈ പാറ്റേൺ ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തായാലും ഗംഭീരമായിട്ട് പോകാൻ പറ്റട്ടെ. ഇപ്പോ നമുക്കൊരു പാട്ട് കേൾക്കാം. സർഗക്ഷേത്ര 89.6 FM അക്ഷയ് നമ്മളുടെ കൂടെ തന്നെ കാണും. കൂടുതൽ വീഡിയോഗ്രാഫി വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. അക്ഷയ്, നമുക്കൊരു പാട്ട് കേട്ടാലോ? ഓ, കേൾക്കാം. ഓക്കെ, സർഗക്ഷേത്ര 89.6 FM പാട്ട് വരുന്നുണ്ട്. 89.6 FM സർഗക്ഷേത്ര. അങ്ങനെ ഉയരെ ഇങ്ങനെ മുന്നോട്ട് ഉയർന്നു പൊങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമ്മളുടെ കൂടെ അക്ഷയ് ഉണ്ട്. അക്ഷയുടെ കൂടെ RJ ദിവ്യയും ദേ ഇവിടെ ഉണ്ട് കേട്ടോ. അക്ഷയ്, യെസ്. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിക്കുകയാണേ. ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റില്ല, പഠിക്കാൻ പറ്റുമെന്ന് നമ്മുടെ മഹേഷിന്റെ പ്രതികാരത്തിൽ പറയുന്ന പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി വീഡിയോഗ്രാഫി കോഴ്സ് പഠിക്കുന്നതാണോ, ഒരു സീനിയർ വീഡിയോഗ്രാഫറുടെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് നിന്നിട്ട് ഒന്നേന്ന് നേരിട്ട് പഠിക്കുന്നതാണോ ഈ ഫീൽഡിൽ കൂടുതൽ സഹായകമാകുക? കാരണം ഇത് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ കാരണം ഇതിലേക്ക് വരാൻ ഒരുപാട് പേർക്ക് താല്പര്യമുണ്ട്, ഒരു പാഷൻ ആക്കാൻ താല്പര്യമുണ്ട്, കരിയർ ആക്കാൻ താല്പര്യമുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് മൊത്തത്തിൽ ഒരു വീഡിയോഗ്രാഫി എല്ലാവർക്കും വേണ്ടിയിട്ട് അക്ഷയ് എന്തായിരിക്കും പറയുക? ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ടൈമിംഗ് മാറ്റർ ആണ് ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്. കാര്യം നമുക്ക് ഇതാണ് നമ്മുടെ പാഷൻ, അല്ലെങ്കിൽ ഇതാണ് എനിക്കിഷ്ടം, എനിക്ക് ഇതിൽ നിന്നാണ് ഏൺ ചെയ്യാൻ താല്പര്യം, ഇതെന്റെ കരിയർ ആവണം എന്ന് നമ്മൾ തീരുമാനിക്കുന്ന പ്രായം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ അത് നമ്മൾ തീരുമാനിക്കുന്ന ഒരു സമയത്ത് നമുക്കൊരു കോഴ്സ് ചെയ്യാനുള്ള സമയവും അതിനുള്ള സാഹചര്യങ്ങളും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയാം, നിങ്ങളൊരു കോഴ്സ് എടുത്തിരിക്കണം. കാര്യം ഒരു കോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ടെക്നിക്കൽ നോളജ് തരുന്നൊരു കാര്യമാണ്, ബേസിക് ടെക്നിക്കൽ നോളജ് തരുന്നൊരു കാര്യമാണ്. ഒരു വീഡിയോഗ്രാഫി അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ട് നല്ലൊരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് ബേസിക് ടെക്നിക്കൽ നോളജ് കിട്ടും, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കൂടി കവേർഡ് ആയി പോകും. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഈസ് നമ്മളെ പോലെ ഈ ഒരു കാര്യം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ ഒരു കണക്ഷൻ സർക്കിൾ നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടുകയാണ്. ആൻഡ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പഠനം കൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും വെഡിങ് ഇൻഡസ്ട്രിയിലേക്കെന്നല്ല ഒരു ഇൻഡസ്ട്രിയിലേക്കും വരാനായിട്ട് പറ്റില്ല. ബട്ട് ഈ ഒരു 3 വർഷത്തെ കോഴ്സ് എടുക്കുകയോ അല്ലെങ്കിൽ ഒരു 1.5 years കോഴ്സ് എടുക്കുകയോ ചെയ്ത് നമുക്ക് അത്രയും കോഴ്സിനകത്തുള്ള പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്നുണ്ടെങ്കിൽ അടുത്തൊരു സ്റ്റെപ്പാണ് അസിസ്റ്റ് ചെയ്യാന്ന് പറയാം. അപ്പോൾ ആ ഒരു സ്റ്റെപ്പിലേക്ക് നമ്മൾ അസിസ്റ്റ് ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ടെക്നിക്കലി കാര്യങ്ങളിലെല്ലാം ബേസിക്സ് അറിയാം. അവിടെ നമ്മൾ പഠിക്കുന്നത് എന്താ, പ്രാക്ടിക്കലി ഈ സാധനങ്ങൾ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ബട്ട് ഓൺ ദി അതർ ഹാൻഡ് നമ്മൾ ഡയറക്റ്റ് അസിസ്റ്റ് ചെയ്ത് പഠിക്കാനായിട്ട് പോകുമ്പോൾ വരുന്ന കുറച്ച് പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇതിന്റെ ലോസോ അല്ലെങ്കിൽ ഇതിന്റെ യൂണിവേഴ്സൽ റൂൾസോ കാര്യങ്ങളോ ഒന്നിനെ കുറിച്ചും നമ്മൾ അവെയർ അല്ല. നമ്മൾ കൂടെ നിൽക്കുന്ന വീഡിയോഗ്രാഫർ അദ്ദേഹം എന്താണോ ചെയ്യുന്നത് അതാണ് ശരി, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു പാറ്റേണിലായിരിക്കും നമ്മൾ പഠിച്ചു വരാം. പക്ഷെ ഓൺ ദി അതർ ഹാൻഡ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ടെക്നിക്കൽ നോളജ് ഉണ്ട്, നമ്മൾ കോഴ്സ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഓബിയസ്ലി നമുക്ക് നമ്മൾ അസിസ്റ്റ് ചെയ്യാൻ പോകുന്ന ആരുടെ ഒപ്പമാണോ ഇവർ ഇതൊക്കെ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവർ യൂസ് ഓക്കെ ഇത് ഇന്ന കാര്യം കൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് എന്നുള്ളൊരു സ്വന്തമായിട്ടുള്ളൊരു ബോധവും കാര്യങ്ങളും നമുക്ക് വരും. ആൻഡ് നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ പിക്ക് ചെയ്ത് പോകാനായിട്ടും പറ്റും. അപ്പോൾ ഒരു കോഴ്സ് എടുക്കുന്നെങ്കിൽ ഇതിൽ കരിയർ ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കോഴ്സ് ചെയ്യാനുള്ള ഒരു സാഹചര്യവും സമയവും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ഇറ്റ്. നിങ്ങളത് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നല്ലൊരാളുടെ ഒപ്പം അസിസ്റ്റ് ചെയ്ത് പഠിക്കുക, എക്സ്പീരിയൻസ് നേടുക. യെസ്, ഈ ഒരു കരിയറിലേക്ക് വരാൻ താല്പര്യമുള്ളവർ രണ്ടും ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. രണ്ടിനും രണ്ടിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട് അല്ലെ? അതെ അതെ, ഉറപ്പായിട്ടും. ഓക്കെ, ഇപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാരും അക്ഷയ്ക്ക് ഒരു 100 എന്താ പറയാ താങ്ക്സ് പറഞ്ഞിട്ടുണ്ടാവും. കാരണം ഇത് ഇങ്ങനെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ, അതേ വഴിവെട്ടി വന്നു കഴിഞ്ഞാൽ അക്ഷയൊക്കെ പോലെ എല്ലാരെയും പോലെ നല്ലൊരു മൊമെന്റ്സിനെയൊക്കെ ക്യാപ്ചർ ചെയ്യുന്ന, നല്ല വീഡിയോസ് പുറത്തേക്ക് വിടുന്ന നിങ്ങളെ പോലുള്ള ഒരു ക്രിയേറ്റീവ് ഡയറക്ടറൊക്കെ ആയി മാറാം എന്നുള്ള ഒരു
എന്താ പ്രചോദനം കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഇനിയും നമ്മൾ സർഗീസ് ക്ഷേത്രത്തിൽ ഒരു പാട്ട് കഴിഞ്ഞിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയുന്നതായിരിക്കും. അക്ഷയ് കൂടെ ഉണ്ടാവുമല്ലോ? ഉറപ്പായിട്ടും. സർഗീസ് ക്ഷേത്ര 89.6 FM പാട്ട് വരുന്നുണ്ട്. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM വീണ്ടും സ്വാഗതം. ഇത് നമ്മളുടെ സ്വന്തം ഉയരയാണ്. ഉയരയിൽ ഇന്ന് ഗസ്റ്റായിട്ട് എത്തിയിട്ടുള്ളത് അക്ഷയ് അമരാർദ്രിയാണ്. അക്ഷയ് നമ്മളുടെ കൂടെ തന്നെയുണ്ട്. അക്ഷയോട് നമുക്ക് നേരെ ഒരു ക്വസ്റ്റിലേക്ക് അങ്ങ് പോയാലോ? ഒരു വീഡിയോഗ്രാഫറിന് പുറമെ ഒരു എഡിറ്റർ കൂടെയാണല്ലോ. അപ്പൊ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്തെ ആ മൊമെന്റിൽ എന്താണ് അക്ഷയുടെ മനസ്സിൽ? എഡിറ്റിംഗ് ലേഔട്ട് ഒക്കെ വരാറുണ്ടോ? അതോ എഡിറ്റിംഗ് ടേബിളിൽ വെച്ച് തികച്ചും പുതിയൊരു സ്റ്റോറി ജന്മം എടുക്കാറാണോ പതിവ്? അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇതിന്റെ കട്ട്സിനെ കുറിച്ചും എഡിറ്റ്സിനെ കുറിച്ചും അവെയർ ആയിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യാറുള്ളത്. കാര്യം നമ്മളിപ്പം എന്താ പറയുക, എഡിറ്റിങ്ങിനകത്ത് ഇപ്പം ഞാൻ എന്റെ എഡിറ്റേഴ്സിന്റെ അടുത്താണെങ്കിലും അസോസിയേറ്റ്സ് ആയിട്ട് വരുന്ന ആൾക്കാരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എഡിറ്റിങ്ങിന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള, അതായത് ഇപ്പൊ ഒരു കറി വെക്കാം, ഒരു സാമ്പാർ വെക്കാന്ന് വെച്ചോ, അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ വീട്ടിലുള്ള ഇത്ര പച്ചക്കറികൾ നമ്മുടെ വീട്ടിലുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ആ കറി വെക്കാനുള്ള സിറ്റുവേഷൻ ഉള്ളൂ. നമുക്ക് വേറെ പർച്ചേസ് ചെയ്യാനുള്ള സിറ്റുവേഷൻ ഇല്ല. അപ്പൊ നമ്മുടെ കയ്യിലുള്ള പച്ചക്കറി വെച്ചിട്ട് ഒരു കറി വെക്കുക എന്ന് പറയുന്നതാണ് എഡിറ്റിംഗ്. അതേസമയം ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പച്ചക്കറി വാങ്ങാൻ പോകുന്നേ. അപ്പോ ഞാൻ ഈ പച്ചക്കറി വാങ്ങാനായിട്ട് ഷോപ്പിൽ പോകുമ്പോൾ എനിക്ക് ഇന്ന കറിയാണ് വെക്കണ്ടേ. അപ്പൊ ഇന്ന കറിക്ക് എനിക്ക് ഇന്ന പച്ചക്കറി വേണം, അല്ലെങ്കിൽ അതിന് ഇന്ന മസാലകൾ വേണം. അപ്പൊ ഇതെല്ലാം വാങ്ങിയിട്ട് ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ആ കറി അടിപൊളിയായിട്ട് വെക്കാം. അപ്പോ ദിസ് ഇസ് ദ സിമ്പിൾ ലോജിക് ബിഹൈൻഡ് ഇറ്റ്. അപ്പൊ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത് എന്താണോ ഇതിന്റെ ഔട്ട്കം വേണ്ടേ, അല്ലെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് എന്താണോ നിങ്ങൾക്ക് വേണ്ടേ, അത് ചിന്തിച്ച് ഷൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞല്ലോ, ഓക്കെ നമ്മളിപ്പോ ഇന്ന പച്ചക്കറി മേടിച്ചു, അതേപോലെ തന്നെ ഈ ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ അത് അവിടെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആ ഒരു ഷോട്ട് നമ്മൾ പിക്ക് ചെയ്യും, ഷൂട്ട് ചെയ്യും. ഇല്ലെങ്കിൽ ആ ഷോട്ട് എടുത്തിട്ട് നമ്മൾ റിവ്യൂ ചെയ്ത് പ്ലേ ബാക്ക് നോക്കുമ്പോൾ ഇല്ല, ഈ ഷോട്ട് എഡിറ്റ്സിൽ അത്ര വർക്ക്ഔട്ട് ആവില്ല, അപ്പൊ നമ്മൾ ആ ഷോട്ട് ഒന്നുകൂടി റീടേക്കും. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു എഡിറ്റിംഗ് പാറ്റേൺ, ലൈക്ക് എഡിറ്റിംഗ് ആൻഡ് ഷൂട്ടിംഗ് സിങ്ക് ചെയ്തിട്ട് ഞാൻ മുന്നോട്ട് പോകാറുള്ളത്. ഓക്കെ, ഗംഭീരം. അപ്പൊ ഞാൻ ചിന്തിക്കാറുണ്ട്, ഒരു ക്യാമറ എടുത്തിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും ഒക്കെ ആകാൻ പറ്റും എന്ന് വിചാരിക്കുന്നവർക്ക് ഇതൊരു തിരിച്ചടിയാണല്ലോ. സാമ്പാർ വെക്കാൻ കുറച്ച് കഷ്ടമാണല്ലോ. ഉറപ്പായിട്ടും ലൈക്ക് നമുക്ക് ഇതിനോടുള്ളൊരു പാഷൻ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ സ്കിൽ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ലൈക്ക് ഈ ഒരു ഫീൽഡിൽ, എനിക്ക് മറ്റുള്ള മേഖലകളെ പറ്റി അറിയില്ല, പക്ഷെ വീഡിയോഗ്രാഫിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയിൽ പറയാന്നുണ്ടെങ്കിൽ നമുക്ക് പാഷൻ, സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നേ. കാര്യം ഇത് നമ്മുടെ പാഷനാണ്. നമുക്ക് ഫിലിം ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യണം, ഫോട്ടോസ് എടുക്കണം എന്നുള്ളത് നമ്മുടെ പാഷനാണ്. അപ്പൊ ആ ആഗ്രഹത്തോടു കൂടി നമ്മൾ ക്യാമറ കണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി പയ്യെ, ലൈക്ക് ടൈം എടുക്കും, ബട്ട് ഗ്രാജുവലി നമ്മൾ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരും. ചെറിയ മനസ്സിലൊരു ചെറിയ ഒരു മൊട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ നോളജ് ഒക്കെ ഒന്ന് കൂട്ടി കുറച്ചൊന്ന് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് കുറച്ചേറെ അതിനെപ്പറ്റി പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു താമരയായിട്ടൊക്കെ വരും. ഉറപ്പായിട്ടും. എന്തായാലും അതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്താണ് ഈ അമരാർദ്രി? ഓക്കെ, അമരാർദ്രിയുടെ പിന്നില് എന്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ എല്ലാവരും എന്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, അക്ഷയ് അമരാർദ്രി. അപ്പൊ എന്താണ് ഈ അമരാർദ്രി? അപ്പൊ ബേസിക്കലി അമരാർദ്രി എന്ന് പറയുന്നത് എന്റെ വീട്ടുപേരാണ്. ആൻഡ് ഈ ഒരു പേര് എടുത്തതിനകത്തുള്ളൊരു റീസണോട് പറഞ്ഞുതരാം. നമ്മളെപ്പോഴും എന്താ പറയാ, അത്യാവശ്യം എന്റെ ഒരു ഫീൽഡിൽ ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു പേര് വേണം, അല്ലെങ്കിൽ ആസ് എ വീഡിയോഗ്രാഫർ അല്ലെങ്കിൽ ആസ് എ വെഡിങ് ഫിലിം മേക്കർ ഒരു 100 പേര് അറിയണം. അതെ, ഒരു ക്യാച്ച് നെയിം വേണം. എന്റെ ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഈ ഒരു മേഖലയിൽ ജോലി ചെയ്ത് ഇതിൽ നിന്ന് എന്നെയും കൊണ്ട് ഇത് പറ്റാതാവുന്ന സമയത്ത് ബാക്ക് ഓഫ് അടിച്ച് പോകുന്ന ഒരു പോയിന്റില് ഒരു പ്രായം വന്ന സമയത്ത് ഒരു 100 പേർക്കെങ്കിലും ഓക്കെ ഇന്നോലൊരു വീഡിയോഗ്രാഫർ അല്ലെങ്കിൽ ഇന്നോലൊരു ക്രിയേറ്റീവ് ഡയറക്ടർ ഉണ്ടായിരുന്നു എന്ന് ഓർത്തിരിക്കണം. എന്നാ അക്ഷയ്, ഞാനൊരു കാര്യം പറയട്ടെ, ഇതിന്റെ പിന്നിൽ ഏറ്റവും കൂടുതൽ പറയാൻ പോകുന്നത് ഒരു വായിക്കൊള്ളാത്ത ഒരു പേര് വരുന്നുണ്ട്, അമരാർദ്രി എന്നാണോ? ഞാൻ തന്നെ ഇവിടെ എത്ര നേരം പഠിച്ചെന്നറിയോ? എന്തായാലും ഗംഭീര പേരാണ് കേട്ടോ, അതൊരു ക്യാച്ചി നെയിം തന്നെയാണ്. ഓക്കെ, അപ്പൊ ഞാനൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, നമുക്കൊരു പാട്ട് കേട്ടാലോ? സർഗീസ് ക്ഷേത്ര 89.6 FM നമ്മുടെ ഉയരയില് ദേ പാട്ട് വരുന്നുണ്ട്. അതിനുശേഷം കൂടുതൽ വീഡിയോഗ്രാഫി വിശേഷങ്ങളുമായിട്ട് നമ്മളോടൊപ്പം തന്നെ അക്ഷയ് ഇവിടെ ഉണ്ട് കേട്ടോ. 89.6 FM സർഗക്ഷേത്ര.
അങ്ങനെ ഉയരേതേ അക്ഷയുമായിട്ട് RJ ദിവ്യ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരുടെയും ഫോട്ടോഗ്രാഫിയിലും വീഡിയോഗ്രാഫിയിലുമുള്ള സംശയങ്ങൾ, പ്രത്യേകിച്ച് വെഡിങ് ഫിലിം മേക്കിങ്ങിൽ എന്താണ് നിങ്ങളുടെ സംശയം, ആ ഒരു ഫീൽഡിലേക്ക് കടന്നു വരുന്നവർക്കൊക്കെ ഭയങ്കര പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങളാണ് അക്ഷയ് നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ അക്ഷയ്, ഈ ഫിലിം എന്ന സെല്ലുലോയിഡ് സ്ട്രിപ്പിൽ നിന്നും അനലോഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ പോലെയുള്ള ഇലക്ട്രോണിക് സിഗ്നലുകൾ വഴി ദൃശ്യങ്ങൾ പകർത്തുന്ന ഇന്നോവേഷനിൽ നമ്മൾ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് ഈ 2026. സാങ്കേതിക വിദ്യ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ പുതിയ ക്യാമറകളും എഡിറ്റിംഗ് ടൂളുകളും ഒക്കെ ക്രിയേറ്റീവ് ചിന്തകളെ സ്വാധീനിക്കാറുണ്ടോ, അതോ അവയൊക്കെ ഒരു ഉപകരണങ്ങളായി മാത്രം, അവയൊരു മീഡിയേറ്ററായി മാത്രമാണോ അക്ഷയ് കാണുന്നത്? ഇത് അക്ഷയ് മാത്രമല്ല, മൊത്തത്തിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ കൂട്ടായ്മയിൽ ഒരു സംസാരം ഉണ്ടാവുമല്ലോ. എങ്ങനെയാണ് നിങ്ങൾ പൊതുവെ അതിനെ കാണുന്നത്? അതായത് ഈ ഒരു ടെക്നോളജിയുടെ വളർച്ചേനെ രണ്ട് രീതിയിൽ കാണുന്ന ആൾക്കാരാണ് നമ്മുടെ മേഖലയിലുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് ഇതിനെല്ലാം വളരെയധികം ലാഘവത്തോടെ, അല്ലെങ്കിൽ ടെക്നോളജി അല്ല ഇതൊക്കെ വരുന്നതിന് മുന്നേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതല്ലേ എന്ന് ചിന്തിക്കുന്ന അത്രത്തോളം ആറ്റിറ്റ്യൂഡ് ഉള്ള, അല്ലെങ്കിൽ സ്വന്തം വർക്കിൽ കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാവാം, അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ എന്റെ കയ്യിലുള്ള കാര്യങ്ങളായിട്ട് പൊക്കോളാം എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഞാൻ ഓൺ ദി അതർ ഹാൻഡ് ഈ ഒരു ടെക്നോളജിയുടെ ഗ്രോത്ത് പഠിക്കുകയും ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ളത് ആഗ്രഹിച്ച് നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഈ ഒരു മേഖലയിൽ വന്നപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് ഇതിന്റെ ഹിസ്റ്ററി പഠിക്കുകയായിരുന്നു. ലൈക്ക് ഈ പറഞ്ഞ പോലെ ഈ ഫിലിം സ്ട്രിപ്പിൽ നിന്ന് അനലോഗ് വരെ എന്ന് പറയുന്നത് പോലെ എങ്ങനെയാണ് ഈ ഒരു വീഡിയോഗ്രാഫി എന്ന് പറയുന്ന സാധനം ഞാൻ ഇറങ്ങുന്ന ആ ഒരു സമയത്ത് ഈ ഒരു പ്രസന്റ് സിറ്റുവേഷൻ വരെ എത്തിയത് എന്നാണ് ഞാൻ അന്ന് നോക്കിയത്. അപ്പൊ അതിൽ നിന്ന് ഞാൻ ഒരു ഹിസ്റ്ററി പഠിച്ചു. ഒരു 10 വർഷം മുന്നേ വരെ എങ്ങനെയായിരുന്നു ഈ ഇൻഡസ്ട്രിയിലേക്ക്, എങ്ങനെയായിരുന്നു ക്യാമറാസ്, എങ്ങനെയായിരുന്നു എക്യുപ്മെന്റ്സ്, ടെക്നിക്കൽ പരിപാടികൾ എങ്ങനെയായിരുന്നു നോക്കി. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഓക്കെ 10 വർഷം കൊണ്ട് നമ്മൾ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ആൻഡ് ഫ്രം ദയർ ഞാൻ ചിന്തിച്ചത് അടുത്ത 10 വർഷം, അടുത്ത 10 വർഷത്തിൽ ഇത് എങ്ങനെയാവും, ഇത് എവിടെയായിരിക്കും എത്താന്നുള്ളത്. അപ്പൊ ആ ഒരു വിഷനിൽ പോയത് കൊണ്ട് തന്നെ ഞാൻ സമയാസമയങ്ങളിൽ എന്റെ എക്യുപ്മെന്റ്സ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയതായിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ട് ഞാൻ പഠിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അങ്ങനെ പുതിയ ടൂൾസും ഉപകരണങ്ങളും ഒക്കെ പഠിക്കുമ്പോൾ അത് എത്രത്തോളം ഈ ഔട്ട്കം, അതായത് ഔട്ട്പുട്ട് വരുന്നതിൽ സഹായിച്ചിട്ടുണ്ട്? അത് വളരെയധികം സഹായിച്ചിട്ടുണ്ടെന്ന് വേണം പറയാൻ. കാര്യം നമ്മളൊരു 10 വർഷം മുന്നേ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ അനുഭവിക്കുന്ന സ്ട്രഗിളുടെ പകുതി ഇന്ന് ഷൂട്ട് ചെയ്യുന്ന ഒരു ഗ്രാഫർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാര്യം അത്രത്തോളം നമ്മുടെ ടെക്നോളജി വളർന്നു, അത്രത്തോളം ക്യാമറ എക്യുപ്മെന്റ്സ് മാറി, ലൈറ്റിംഗ് എക്യുപ്മെന്റ്സ് മാറി. ലൈക്ക് സിമ്പിളായി, നമുക്ക് കുറച്ചുകൂടി കൊണ്ടു നടക്കാൻ, ക്യാരി ചെയ്യാൻ എളുപ്പമായി. ആൻഡ് അതിന്റെ ഉള്ളിൽ തന്നെ ക്യാമറയ്ക്കകത്ത് തന്നെ നമുക്ക് നിരവധി സെറ്റിംഗ്സുകൾ വന്നു. ഇപ്പൊ ഓരോ അപ്ഡേഷൻസ്, ഈവൻ നമ്മളൊരു ക്യാമറ വാങ്ങിയാൽ പോലും ആ ക്യാമറയ്ക്കകത്ത് ഈ ഫോണിന്റെ കാര്യം പറഞ്ഞ പോലെ നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ കിട്ടിക്കൊണ്ടിരിക്കാം. അപ്പൊ ഈ ഓരോ അപ്ഡേഷനിലും നമുക്ക് പുതിയ പുതിയ ഫീച്ചേഴ്സ് അൺലോക്ക് ആവുന്നു. അപ്പം ഇത് എത്രത്തോളം നമ്മൾ ടെക്നോളജി യൂസ് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ വർക്കിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്കൊരു സ്കില്ലുണ്ട്, ആ സ്കില്ലിൽ എക്യുപ്മെന്റ് മാറ്റർ അല്ല എന്ന് ചിന്തിക്കുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു പ്രവണതയല്ല. നമുക്കൊരു സ്കില്ലുണ്ട്, എനിക്ക് ഇത്രത്തോളം ടെക്നോളജി അവൈലബിൾ ആണ്, അപ്പൊ എന്റെ സ്കില്ലിനെ മാക്സിമം എനിക്ക് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എങ്ങനെ ഈ ടെക്നോളജി യൂസ് ചെയ്യാം എന്ന് ചിന്തിക്കുന്നതാണ് ഈ ഒരു മേഖലയിൽ ശരിയായിട്ടുള്ള ഒരു പ്രവണത എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ അക്ഷയ്, ഇപ്പൊ അക്ഷയ് ഈ കാര്യം പറഞ്ഞപ്പോ ഇതിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഇപ്പൊ ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും, യെസ് ഫീൽഡ് സ്റ്റഡി വേണം എന്നുള്ള ഒരു കാര്യം. എന്തായാലും ഈ ഒരു കരിയറിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ വരുന്ന പുതിയ പുതിയ ഇന്നോവേഷൻസിനെ പറ്റിയിട്ടും അതിന്റെ ഹിസ്റ്ററിയെ പറ്റിയിട്ടും അപ്ഡേറ്റ്സിനെ പറ്റിയിട്ടും ഒക്കെ ഒരു നോളജ് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ മികച്ച ഒരു കാര്യം തന്നെയായിരിക്കും അല്ലേ അക്ഷയ്? ഓക്കെ, അപ്പോൾ ഇത്രയും വിവരങ്ങളൊക്കെ തന്ന അക്ഷയ് ദേ ഒരു പാട്ടിന് വേണ്ടിയിട്ട് കൊതിക്കുന്നതായി എന്റെ മനസ്സ് പറയുന്നു. സർഗക്ഷേത്ര 89.6 FM ഒരു പാട്ട് വരുന്നുണ്ട്. അതിനുശേഷം ബാക്കി വിശേഷങ്ങൾ നമുക്കറിയാം. അക്ഷയ് കൂടെ ഉണ്ടാവും, RJ ദിവ്യയും കൂടെ ഉണ്ടാവും. പാട്ട് വരുന്നുണ്ട്. 89.6 FM സർഗക്ഷേത്ര. പറന്നുയരുവാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇത് നമ്മളുടെ ഉയരെയാണ്. സർഗക്ഷേത്ര 89.6 FM ആണ്. ഇത് നിങ്ങളുടെ RJ ദിവ്യയാണ്. കൂടെയുള്ളത് അക്ഷയ് അമരാർത്തിയാണ്. അപ്പോൾ അക്ഷയോട് ചോദിക്കാനുള്ള ഒരു കാര്യം എന്താണെന്നറിയോ? ഈ ഒരു 2026 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വീഡിയോ നിർമ്മാണ രംഗത്ത് വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ AI വീഡിയോ നിർമ്മാണ രംഗത്ത് വന്നിരിക്കുന്ന ഒരു കടന്നു വരവിനെ പറ്റിയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരു ഹ്യൂമൻ വീഡിയോഗ്രാഫറിന്റെ പ്രസക്തി ഭാവിയിൽ എങ്ങനെ ആയിരിക്കുമെന്നാണ്
നമ്മളുടെ അക്ഷയ് വിചാരിക്കുന്നത്? ഓക്കെ, ഇതൊരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ ഒരു വന്നു കഴിഞ്ഞാൽ പോലും ഞാൻ വിശ്വസിക്കുന്നത് എന്നും ഒരു ഹ്യൂമൻ ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ വീഡിയോഗ്രാഫറുടെ പ്രസൻസിന് പ്രസക്തി ഉണ്ടാവും. വരും കാലഘട്ടങ്ങളിലും അതിന്റെ ഒരു പ്രസക്തി ഉണ്ടാവും. പക്ഷെ നമുക്കൊരിക്കലും ഈ ഒരു നെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കൊരു റിബലായിട്ട് ഫൈറ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കില്ല. അപ്പോ ഇതിനകത്ത് ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റഡ് ആവുക. സാങ്കേതിക വിദ്യകൾ നമ്മുടെ വർക്കിനെ സഹായിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് പോവുക. നെ ഒപ്പം കൂട്ടുക, യുടെ കൂടെ നമ്മുടെ സ്കില്ലും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമുക്ക് മുന്നോട്ട് എക്സിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാര്യം. ആൻഡ് അതേപോലെ തന്നെ ഈ എക്കകത്ത് പറയുമ്പോൾ എനിക്ക് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹമുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്ത് അല്ലെങ്കിൽ പ്രോംസ് യൂസ് ചെയ്ത് ഫോട്ടോസും വീഡിയോസും ജനറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് ആൾക്കാർക്ക് ടൈം പാസ് ആണ്, അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ആണ്, അല്ലെങ്കിൽ വളരെ താൽക്കാലികമായിട്ട് വരുന്ന ഒരു സോഷ്യൽ മീഡിയ ട്രെൻഡ് ആണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ജനങ്ങൾ ഇതിനെ യൂസ് ചെയ്യുക. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ പ്രവണത തന്നെ നമ്മുടെ ഒപ്പമുള്ള ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും ചെയ്ത് വെച്ചിട്ട് ഫോട്ടോസും കാര്യങ്ങളെല്ലാം ജനറേറ്റ് ചെയ്ത് ഈ ഒരു ട്രെൻഡിനൊപ്പം അവരും കൂടുകയാണ്. അപ്പോ നമ്മുടെ സ്കില്ലിനെ വാല്യൂ ചെയ്യാതെ വളരെ ലാഘവത്തോടെ പോകുന്ന ഒരു സാധനത്തിലേക്ക് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവരോട് കടന്നു കയറി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ല രീതിയിൽ ബാധിക്കും. കാര്യം അവര് വരെ വെച്ചിട്ടാണ് ചെയ്യുന്നത്, പിന്നെ എന്തിനാ നമ്മൾ അവരെ ഹയർ ചെയ്യണം എന്നുള്ളൊരു സംഭവത്തിലേക്ക് വരും. അപ്പൊ അതുകൊണ്ട് പൂർണ്ണമായിട്ട് അതിലേക്ക് പോവാതിരിക്കുക, നമ്മുടെ കഴിവ് വിശ്വസിക്കുക. നമ്മുടെ കഴിവ് വെച്ചിട്ട് നമുക്ക് എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ ഈ യുടെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രം ചിന്തിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് നമ്മുടെ ഹ്യൂമൻ ക്രിയേറ്റേഴ്സിന് എക്സിസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മാർഗം. എന്തായാലും ഗംഭീരമായിട്ട് എയുടെ കടന്നു വരവിനെ പറ്റിയും കടന്നു കയറ്റത്തെ പറ്റിയും പറഞ്ഞ സ്ഥിതിക്ക് അക്ഷയോട് എനിക്ക് ഒരു കാര്യം കൂടെ മാത്രമേ ചോദിക്കാനുള്ളൂ. ഈ AI വെച്ചിട്ട് ചെയ്യുന്ന വീഡിയോസിനും തിരിച്ചറിയാൻ കഴിയുമോ പെട്ടെന്ന്? അക്ഷയ്ക്ക് അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോഗ്രാഫർക്ക് പെട്ടെന്ന് ഒരു AI വെച്ചിട്ടാണ്, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് AI വീഡിയോസ് ഇറങ്ങുന്നുണ്ട്, നമുക്കത് റിയൽ ആണോ അതോ റീൽ ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു രീതിയാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് അത് തിരിച്ചറിയാൻ പെട്ടെന്ന് കഴിയുമോ? ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടി ചോദിച്ചാണ് കേട്ടോ. തിരിച്ചറിയാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു 95% ജനറേറ്റഡ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാര്യം ഒരിക്കലും 100% എനിക്ക് മനസ്സിലാവുന്നൊന്നും എനിക്ക് അവകാശപ്പെടാൻ പറ്റില്ല. കാര്യം ഒരു വീഡിയോ ഞാൻ റിയൽ ആയിട്ട് ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടെങ്കിലോ. അപ്പൊ അതുകൊണ്ട് എന്റെ ഒരു 95% മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം നമ്മൾ ഓൾറെഡി റിയൽ ടൈം ഫുട്ടേജസുമായിട്ട് അത്രത്തോളം അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഷോട്ടുകളും എഡിറ്റിങ്ങും ഇതിന്റെ നിലവിലുള്ള ടെക്നിക്കൽ പോസിബിലിറ്റീസും ഈ ഒരു ഷോട്ട് എടുക്കാനുള്ള പോസിബിലിറ്റീസും കാര്യങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ അവെയർ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു സംഭവം കാണുമ്പോൾ നിലവിലുള്ള ടെക്നിക്കൽ സൈഡിൽ അല്ലെങ്കിൽ എക്യുപ്മെന്റ് സൈഡിൽ ഈ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ പറയുന്ന പോലെ അമാനുഷിക ഷോട്ടാണ് അല്ലെങ്കിൽ അമാനുഷികമായിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് എയുടെ സഹായം കൊണ്ട് ചെയ്തതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. കല്യാണത്തിന് ഒരു സൂപ്പർമാനെ ബാറ്റ്മാനെ ഒക്കെ വേണമെങ്കിൽ ഒന്ന് വിളിക്കും ചെറുതായിട്ട് നമ്മള്. അതെ അതെ. എന്തായാലും ഒരു പാട്ട് വരുന്നുണ്ട്, അതിന് ശേഷം നമുക്ക് ഉയരയിൽ ബാക്കി സംസാരിക്കാം. അക്ഷയ് കൂടെ ഉണ്ടാവും, ആജയ് ദിവ്യ കൂടെ ഉണ്ടാവും. ഒരു പാട്ട് വരുന്നുണ്ട് കേട്ടോ. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM-ൽ ആർജയ് ദിവ്യതേ ഉയരയില് അക്ഷയുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. നമ്മളുടെ വെഡ്ഡിംഗ് ഫിലിം മേക്കേഴ്സിനെ പറ്റിയിട്ട്. യെസ്, അക്ഷയ് ഒരു വെഡ്ഡിംഗ് ഫിലിം മേക്കറാണ്, ഒരു ക്രിയേറ്റീവ് ഡയറക്ടറാണ്. അപ്പോൾ നമുക്ക് അക്ഷയ് വീണ്ടും ഉയരയിലേക്ക് വീണ്ടും സ്വാഗതം പറയുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇനി എന്തൊക്കെയാണ് അക്ഷയുടെ ഭാവി പ്ലാനുകൾ? ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു പ്രൊഫഷനിലേക്ക് വന്നപ്പോൾ അക്ഷയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചത്? ഇത് പറയുമ്പോഴേ ഇതിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് ഒരു ഡ്രീം കാണുമല്ലോ, ഇങ്ങനെ ആയിരിക്കണം എൻ്റെ ഫ്യൂച്ചർ, അല്ല ഇന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കണം എന്നാഗ്രഹിച്ച് ഈ പ്രൊഫഷനിലേക്ക് ചുവട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു മുൻകരുതൽ പോലെ അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് പോലെ പറയാനുള്ള കാര്യങ്ങളാണോ, ഒരു പ്രചോദനമായിട്ട് പറയാനുള്ള കാര്യങ്ങളാണോ അക്ഷയ്ക്ക് പറയാനുള്ളതെന്ന് ഞാൻ കാതോർത്തിരിക്കുന്നു. ഞങ്ങൾ എല്ലാവരും പറഞ്ഞാട്ടെ. അങ്ങനെ പറയാന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഉണ്ട്. അപ്പോ പ്രചോദനം എന്ന് പറയാനായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ എന്റെ ലൈഫ് പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ഇൻസ്പയറിംഗ് ആണോ എന്ന്. ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ വരുന്നതിന് മുന്നേ ഉള്ള അക്ഷയ് അമരാദ്രി എന്ന് പറയുന്ന
അമരാത്ര വെഡിങ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി ഓൺ ചെയ്യുന്ന ഒരു ഫൗണ്ടർ ആയിട്ട് അല്ലെങ്കിൽ ഒരു വെഡിങ് ഫിലിം മേക്കർ ആൻഡ് ക്രിയേറ്റീവ് ഡയറക്ടർ ആയിട്ടൊക്കെ ഇന്നൊരു പൊസിഷനിൽ നിൽക്കുമ്പോൾ ഒരു 10 വർഷം മുന്നത്തെ അക്ഷയ് ഈ ഒരു അക്ഷയ അമരാത്രയെ നോക്കി കണ്ടു കഴിഞ്ഞാൽ അതൊരു ഇൻസ്പിറേഷൻ ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം ഞാൻ ഡ്രീം ചെയ്തതിന് അപ്പുറമുള്ള ഒരു ലൈഫിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. ഞാൻ ചെയ്ത സ്ട്രഗിൾക്കുള്ള റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഞാൻ ഇറ്റ്സ് ലൈക്ക് മൊത്തത്തിൽ ഒരു ബെറ്റർ സിറ്റുവേഷനിലൂടെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. സ്ട്രഗിൾസ് ഉണ്ട് സ്റ്റിൽ ഓൺ ദി സെയിം ഹാൻഡ്, ബട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫ് കിട്ടി. നമ്മുടെ കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. പറഞ്ഞ പോലെ ഇതിനകത്ത് ആകെ വരുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സീസണൽ ബിസിനസ് ആണ്. സോ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വളരെയധികം അത്യാവശ്യമാണ്. കാര്യം നമുക്കൊരു സീസണൽ പൈസ കിട്ടും, അടുത്ത സീസണിൽ നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കൂടി കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മുടെ കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു രീതിയിൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്. അപ്പൊ ഞാൻ ഈ മേഖലയിലേക്ക് വരേണ്ടതാണ്, കാരണം എന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വളരെ മോശമാണ്. ഞാൻ പൈസ വല്ലാണ്ട് ഓക്കെ. എന്റെ മാനേജ്മെന്റ് ശരിയല്ല കേട്ടോ. എന്തായാലും ഇത് കേൾക്കുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊരു സീസണലാണ്, ഓഫ് സീസണും ഒക്കെ ഉണ്ട്. അക്ഷയ് പറഞ്ഞ പോലെ തന്നെ അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ പഠിച്ചിട്ട് തന്നെ ഈ ഒരു മേഖലകളിലേക്ക് ഇറങ്ങുക. പിന്നെ കൂടുതൽ ആൾക്കാരോട് സംസാരിക്കുക, അല്ലെ, പ്രൊഫഷണൽസിനോട് സംസാരിക്കുക, നമ്മുടെ അറിവുകൾ നേടാം. അതിപ്പോ ഈ ഒരു മേഖല എന്നല്ല, ഏത് മേഖലയിലാണെങ്കിലും മറ്റേ അല്പജ്ഞാന ആപത്തെന്ന് പറഞ്ഞാൽ നമ്മളാ അറ്റവും മുറയും കേട്ടിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അതൊരു ഡിസാസ്റ്ററിലായിരിക്കും ഉണ്ടാവും. അപ്പൊ നമ്മൾ പഠിക്കുക. ആൻഡ് അതേപോലെ തന്നെ എനിക്ക് ഈ മേഖലയിലേക്ക് പുതിയതായിട്ട് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോട്, അല്ലെങ്കിൽ നിലവിൽ ഇപ്പൊ ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സ്കെയിലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരോട് പറയാനായിട്ടുള്ള ഒരു ചെറിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രൊഫഷൻ മാത്രമല്ല, നമുക്കൊരു ലൈഫുണ്ട്. സോ ഈ ഒരു ബാലൻസ് കീപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. കാര്യം എനിക്ക് ആ ഒരു തിരിച്ചറിവ് വളരെ വൈകിട്ടാണ് വന്നത്. അപ്പോ നമ്മള് പ്രൊഫഷനാണ് ലൈഫ്, അല്ലെങ്കിൽ പ്രൊഫഷനാണ് ഫിലിം മേക്കിംഗ് ആണ് ലൈഫ് എന്ന് മാത്രം പറഞ്ഞ് നമ്മൾ ഓടിക്കഴിഞ്ഞാല് ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ റിയലൈസ് ചെയ്യും നമ്മൾ ജീവിച്ചിട്ടില്ല എന്നുള്ള. അപ്പോ അതുകൊണ്ട് നമ്മളിപ്പോഴും ആ ഒരു വർക്ക് ലൈഫ് മാത്രമല്ല, നമുക്കൊരു പേഴ്സണൽ ലൈഫ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ഫാമിലി ലൈഫ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളോട് നമ്മൾ ഇതിനകത്ത് ഇന്റഗ്രേറ്റഡ് ആയിട്ട് കീപ്പ് ചെയ്യുക. കാര്യം ഇത് ആരുടെയും കുറ്റമല്ല, നമ്മുടെ വർക്ക് ലൈഫ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമുക്കൊരു പ്രോപ്പർ ഷെഡ്യൂൾ അല്ലെങ്കിൽ ഒരു റൂട്ടീൻ ഇല്ല. വെളുപ്പിനെ പോകുന്നു, രാത്രി വരുന്നു, ബാക്ക് ടു ബാക്ക് എഡിറ്റ്സ്, ഷൂട്ട്, ഇങ്ങനെ പോകുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു ഓഫ് സീസൺ കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ ബേൺ ഔട്ട് ആണ്, എക്സോസ്റ്റഡ് ആണ്. അപ്പൊ ഓഫ് സീസൺ ഓബിയസ്ലി നമ്മൾ ടയർഡ് ആയിരിക്കും, നമുക്കൊന്നിനുള്ള എനർജി ആണില്ല. നമ്മൾ മാക്സിമം റെസ്റ്റും കാര്യങ്ങളും മടിയും ഇങ്ങനെയൊക്കെ ആയിട്ടങ്ങ് പോകും. അപ്പൊ ഇതിനകത്തുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബാലൻസ് ഇല്ലാണ്ടായി പോവല്. നിങ്ങൾ ആ ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യുക. വർക്കൗട്ടിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഹെൽത്ത് നോക്കുക. നമുക്ക് ഉറക്കം ഉണ്ടാവില്ല, ഫുഡ് ഉണ്ടാവില്ല. അപ്പം ഈ സ്ട്രഗിൾസ് എല്ലാം നമ്മൾ ഇതിനൊന്നും അറിയില്ല. പക്ഷെ നമ്മളൊരു 7-8 വർഷം ഈ മേഖലയിൽ ജോലി ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആയുസ്സും ആരോഗ്യവും നല്ല രീതിയിൽ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ആ ഒരു ബാലൻസ് തുടക്കം തൊട്ടേ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. ലൈക്ക് നിങ്ങൾക്ക് ആരോഗ്യം നോക്കാനുള്ള രീതിയിൽ ഈ ഒരു മേഖലയിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് ഇതുമായിട്ട് കോപ്പപ്പ് ചെയ്ത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നോക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ആൻഡ് പേഴ്സണൽ ലൈഫിലും ഈ മേഖല സൈഡിൽ നിർത്തിക്കൊണ്ട് തന്നെ അവർക്ക് കൊടുക്കേണ്ട ടൈം ഇമ്പോർട്ടൻസ് അവർക്കും കൊടുക്കാം. അപ്പൊ അങ്ങനെ പോവാം. ഇല്ലെങ്കിൽ നഷ്ടങ്ങൾ വളരെ വലുതായിരിക്കും. എന്തായാലും അക്ഷയ് വളരെ 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 നന്ദി. നമ്മുടെ സർഗക്ഷേത്ര 89.6 FM ഉയരയിൽ സംസാരിച്ചതില്, ഇവിടെ വന്ന് നമ്മളവിടെ എല്ലാവരോടും നല്ല രീതിക്ക് ഇൻഫർമേഷൻസ് പാസ് ചെയ്തതിൽ ഭയങ്കര നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. എന്തായാലും പറന്നുയരുവാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ ഉണ്ടാവും കൂടെ. ഇന്ന് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത് അക്ഷയ് അമരാർദ്രിയാണ്. അക്ഷയ്, താങ്ക് യു. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനായിട്ട് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിനും ഒരുപാട് താങ്ക്സ്. ഓക്കെ, അപ്പോ നമ്മളുടെ ഉയരയിൽ നിന്നും ഞാൻ അങ്ങോട്ട് പോവുകയാണ്. എൻ്റെ കൂടെ അക്ഷയ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് ഉയരയിൽ നിന്നും ഇറങ്ങുകയാണ്. സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.